എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധ്യാപകരുടെ മടി തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർ തന്നെയാണ്, വേറെ ഒന്നുമല്ല. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ, കൊറോണയ്ക്ക് നമ്മളെല്ലാവരും മൊബൈലിൽ നോക്കിയിട്ടാണ് പഠിച്ചത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ മൊബൈലിൽ തന്നെയാണ് ഇപ്പോഴും പഠിപ്പിക്കുന്നത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് മൊബൈൽ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാ കുട്ടികൾക്കും മൊബൈൽ വേണമെന്ന് പറഞ്ഞു. ഇന്ന് എല്ലാ കുട്ടികൾക്കും മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു നോക്കുമ്പോഴേക്ക് അതിൻ്റെ ദൂഷ്യഫലം എന്താണെന്നറിയാം, എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്. ഇന്ന് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അതിനെ ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടിപ്പോകും. അതായത് ഈ അധ്യാപികമാരായി കഴിഞ്ഞാലും ഇവരെല്ലാവരും ഇപ്പോഴും മൊബൈൽ വേണം എന്നുള്ള നിർബന്ധക്കാർ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിന് എന്താ വെച്ചാൽ, പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഇനി കുട്ടികൾ പഠിക്കുക. അല്ലാതെ എന്ന് പറഞ്ഞാൽ മൊബൈലിലൂടെയുള്ള സഹവാസങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കലേ തള്ളമാർക്കോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തന്തമാർക്കോ അവർക്ക് മാത്രമാക്കുക. അല്ലാതെ കുട്ടികൾക്ക് ഒരിക്കലും എന്ന് പറഞ്ഞാൽ മൊബൈൽ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ 2-3 ദിവസം മുമ്പ് നിങ്ങൾ കണ്ട ഒരു സംഭവമാണ്. അതായത് സെൽഫി ഭ്രാന്ത് മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ് മരിച്ചതൊക്കെ നമ്മൾ കണ്ടില്ലേ. അതിൻ്റെ ദുരൂഹത ഇനിയും വിട്ടുമാറിയിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, അതായത് ബാരിക്കേഡ് കടന്നിട്ടപ്പുറം നിന്നിട്ടുണ്ട്. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെൽഫി ഭ്രാന്ത് തന്നെയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ 5 പേര് അവർ സെൽഫി എടുക്കാൻ വേണ്ടി പോയതാണ്. 3 പേര് മുങ്ങിത്താഴ്ന്നത് നമ്മളെല്ലാവരും കണ്ടില്ലേ. എത്രയെത്ര മരണങ്ങളാണ്. അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങൾ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കൊറോണയ്ക്ക് ഇപ്പുറത്തേക്ക് വന്ന ഒരു കേസുകൾ മാത്രമാണ്. അതായത് ഇത്രയും കുട്ടികൾക്ക് ഈ സെൽഫി ഭ്രാന്തവും അതുപോലെ മൊബൈൽ ഭ്രാന്തും പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ കൊറോണ കാരണം തന്നെയാണ്. കൊറോണ കഴിഞ്ഞിട്ടും നമ്മളെല്ലാവർക്കും മൊബൈൽ അനുവദിച്ചു കൊടുത്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വീട്ടിൽ ഒരു കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് സ്വന്തമായിട്ട് മൊബൈൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 20 വയസ്സിന് ശേഷം വാങ്ങിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് വിളിക്കാൻ വേണ്ടി മാത്രമുള്ള മൊബൈൽ കൊടുക്കുക. ബാക്കി എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൊബൈൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ശ്രദ്ധയോടുകൂടി നോക്കിയിട്ട് കൊടുക്കുക. ഇതങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ എന്താ ചെയ്യുന്നത്, ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല. എല്ലാവരുടെയും പരാതിയാത്. അതായത് പണ്ടത്തെ പോലെയൊന്നല്ല, ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. മൊബൈൽ തന്നില്ല എന്ന് പറഞ്ഞു, മറ്റേ ജീവനൊടുക്കി. അതുപോലെ മൊബൈൽ തരില്ല എന്ന് പറഞ്ഞു, മറ്റവൻ്റെ കൂടെ പോയി. മൊബൈൽ തരില്ല എന്ന് പറഞ്ഞു, അവനല്ല ഇത് ചൂഷണം ചെയ്തു എന്നൊക്കെയുള്ള കേസുകൾ ദിനേന വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ കൊടുക്കാതിരിക്കുന്നില്ല. ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, 6ാം ക്ലാസ് പഠിക്കുമ്പോൾ വരെ ഏത് ടാബാണ് വേണ്ടത്, അതുപോലെ ഏത് മൊബൈലാണ് വേണ്ടത്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പണമുണ്ട്. പഴയ പോലെയൊന്നും അല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഗൾഫിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് കൊടുക്കുമ്പോൾ നല്ല കനമുള്ള നല്ല ഇതന്നെ കൊണ്ട് കൊടുക്കണ്ടേ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയും കാര്യങ്ങളൊന്നും അവർ നോക്കാറില്ല. മൊബൈലോ കാര്യങ്ങളോ കൊണ്ട് കൊടുക്കും. ഇവിടെ വന്നതിന് ശേഷം തന്നെ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യും. നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിൽ, അതായത് മറ്റേ ജപ്പാനിലുള്ള കാമുകൻ ജ്വരമ്പെന്ന് മരിച്ചു, ഇവിടെ പെൺകുഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനൊടുക്കി. ഇങ്ങനെയുള്ള വാർത്തകൾ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ട് എൻ്റെ കുഞ്ഞുമക്കളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് കെനിയയിലും ജപ്പാനിലും ആഫ്രിക്കയിലും മരിക്കുന്നതിന് വരെ അതിന് കണക്കായിട്ട് ഇവിടെയും മരിക്കുന്നു. ഇതൊക്കെ ആരോടാ പറയുന്നവർ? നമുക്കിത് വിശ്വസിക്കാൻ പറ്റുമോ? കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ക്രൂരന്മാരുണ്ട്. ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതായത് നിങ്ങൾക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര മെസ്സേജ് വരാറുണ്ട്. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ റിപ്ലൈ ചെയ്യും. ആ റിപ്ലൈ ചെയ്യുന്നതാണ് ഇവരുടെ ഒരു എന്താ പറയണ്ടേ, ഇവരുടെ ഒരു കെണി എന്ന് പറഞ്ഞാൽ. ആ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എളുപ്പമാണ്. ഇവരെല്ലാ വിവരങ്ങളും ചോർത്തിയെടുക്കുകയും ചെയ്യും. അതുമാത്രവുമല്ല, ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ റൂമിലിരിക്കുന്ന കാര്യങ്ങൾ വരെ ചോർത്തിയെടുക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ തലമുറേനെ നമ്മളെല്ലാവരും കൂടിയിട്ട് അവർക്കൊരു ബാധ്യതയും കൂടി ആക്കി കൊടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല ഇന്നത്തെ കുട്ടികൾ മൊബൈൽ ഇല്ലാതെ ആരും ഉറങ്ങത്തില്ല. അയ്യോ മൊബൈൽ ഇല്ലാതെ എൻ്റെ കുഞ്ഞുങ്ങൾ ഭക്ഷണം പോലും കഴിക്കത്തില്ല. അമ്മമാർ ഭയങ്കര ആവേശത്തോടു കൂടി പറയും. എന്താ വെച്ചാൽ പിന്നെ ചില അമ്മമാരുണ്ട്, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് മൊബൈൽ വേണം. ആ കുട്ടിക്ക് മൊബൈൽ വേണമെന്നുണ്ടെങ്കിൽ ഈ അമ്മേൻ്റെ മൊബൈൽ കൊടുത്താൽ മതി. പക്ഷേ കൊടുക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മക്ക് വേറെ ആൾക്കാരോട് സംസാരിക്കാനുണ്ടാകും. വേറെ ആൾക്കാരെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ടട്ടാ, അമ്മയുടെ കൂടെ പഠിച്ചവരും അതുപോലെ തന്നെ ബന്ധുക്കളും ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ കുട്ടിക്ക് മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അമ്മമാർ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും ഒരു മൊബൈൽ വാങ്ങിക്കും. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഇവരുടെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൊണ്ട് പോയിട്ട് സെൽഫി എടുക്കലും അതുപോലെ തന്നെ പാറയുടെ മുകളിൽ കയറലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാരിക്കേഡ് അങ്ങ് അപ്പുറത്ത് പോകും. നിങ്ങൾ ആലോചിച്ച് നോക്ക്,
എത്രമാത്രം ഭയങ്കരമായൊരു തെറ്റാണ് ആ ശരിക്കും പറഞ്ഞാൽ ചിക്കമംഗളൂരിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരാൾ അപ്രത്യക്ഷമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഞ്ഞു പോവല്ല ചെയ്തത്, താഴേക്ക് പതിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും അവിടെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോയതാണ്, ആ കടക്കാരൻ കൊണ്ടുപോയതാണ്, അല്ലെങ്കിൽ ആ CCTVയിൽ കണ്ടു, അല്ലെങ്കിൽ അവനെ അവിടെ കിടന്നുറങ്ങുന്ന മറ്റേ ഭിക്ഷക്കാരനെ ചോദ്യം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ നാടകങ്ങളാണ് ഇവരൊക്കെ കളിച്ചത്. അന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ ആശുപത്രിയിലേക്ക് എത്തിക്കാമായിരുന്നു. അതുപോലും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? മൊബൈലാണ് കാരണം. എന്താ വെച്ചാൽ കുഞ്ഞുങ്ങളെപ്പോലും ചില ആൾക്കാർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാതെ അവർക്കും ഇല്ല ഇൻസ്റ്റഗ്രാം, അവർക്കും ഇല്ല സെൽഫി ഭ്രാന്ത്, അവർക്കും വേണം ലൈക്കുകൾ, അവർക്കും വേണം കമൻറ്റുകൾ. അതിന് വേണ്ടിയിട്ടാണ്. ഇന്നലെ ഞാനിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പലത്തിൽ പോയി. ആ അമ്പലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയായിരുന്നു അതിൻ്റെ പുറത്തെ ആ ആൾക്കൂട്ടം കണ്ടിട്ട്. ഞാൻ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ ഫോട്ടോഷൂട്ടാണ് മുഴുവൻ. അതായത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവർക്ക് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടുകളാണ്, അല്ലാതെ ഭക്തിയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കാനൊന്നുമല്ല ആൾക്കാർ വരുന്നത്. ഇന്ന് എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കൽ, സെൽഫി എടുക്കൽ തന്നെയാണ്. അവിടെയാണ് മക്കളെ പോലും മറന്നുകൊണ്ട്, അല്ലെങ്കിൽ മക്കളെ പോലും മറന്നു വെച്ചുകൊണ്ട്, അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അച്ഛനും അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ സെൽഫീൻ്റെ പുറകെ തന്നെയാണ്. ഇതെനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് ഇതേപോലെ ഞാൻ പോയതാണ്. പോയപ്പോഴെന്ന് പറഞ്ഞാൽ അതൊരു അമ്പലം തന്നെയാണ്. ആ അമ്പലത്തിൽ വന്ന അച്ഛനും അമ്മയും ഒരു ചെറിയൊരു കുഞ്ഞും. ആ കുഞ്ഞാണെങ്കിൽ നടക്കാൻ തുടങ്ങുന്നത്, അത്രയേ ഉള്ളൂ. അങ്ങനെ അച്ഛനും അമ്മയും സെൽഫിയും കാര്യങ്ങളും വീഡിയോയും ഇതൊക്കെ എടുക്കുന്നത്, അവർ തമ്മിൽ സംസാരിക്കുന്നത്. ഈ കുട്ടി ഇങ്ങനെ പുറകെ പോയിട്ട് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ കാല് തെറ്റി അങ്ങ് വീഴുകയാണ്. വീണപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ആരൊക്കെയോ ചാടി പിടിച്ചപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത്, അതായത് ഞങ്ങളുടെ കുഞ്ഞുണ്ടെന്ന്. അതുവരെ എന്ന് പറഞ്ഞാൽ ഇവരാരും മനസ്സിലാക്കുന്നില്ല. ഇവരെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ സെൽഫിയുടെയും അതുപോലെ ഇങ്ങനെയുടെയും ഇതിൻ്റെ പുറകെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ന് പല അനർത്ഥങ്ങൾക്കും കാരണം മാതാപിതാക്കളുടെ സെൽഫി ഭ്രാന്ത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, അതായത് മലമുകളിലും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ സെൽഫി എടുക്കാതെ ആദ്യം നിങ്ങൾ വേണ്ടത് നിങ്ങളെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കമംഗളൂരിൽ അവിടെ ഒരുപാട് വലിയ ഒരു വീഴ്ച പറ്റിയിരിക്കുന്ന മാതാപിതാക്കൾക്ക് തന്നെയാണ്. നമ്മൾ ഒരാളെ പോലും നമ്പണ്ട. കാരണം എന്താ അറിയുക, നിങ്ങളുടെ കുഞ്ഞിൻ്റെ സുരക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. അതൊരിക്കലും മറ്റുള്ളവർ ഏറ്റെടുക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കും, മറ്റുള്ളവർ അത് എന്തെങ്കിലും ചെയ്തോളും എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ സുരക്ഷ നിങ്ങളുടെ കയ്യിൽ മാത്രമായിരിക്കണം. പിന്നെ ഇപ്പോഴെല്ലാവരും പറയുന്ന ആ ഒരു പല്ലവി അത് മാറണം. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല, ഞങ്ങൾ പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ കേൾക്കില്ല, ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വാതിലടച്ച് അകത്തുകൂടും, ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യും, അയ്യോ ഞങ്ങൾ ഇനി മൊബൈൽ കൊടുത്തില്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ചെയ്താലോ, ഇപ്പോഴതല്ലേ കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് അവർക്കൊരു ബാധ്യത കൊടുക്കുകയാണ്. ആരാ പറഞ്ഞത് കേൾക്കില്ലാന്ന്? ആരാ പറഞ്ഞത് കേൾക്കില്ലാന്ന്? കൃത്യമായിട്ട് കേൾക്കും. അതിൻ്റെ പറയേണ്ട രീതിയിൽ നമ്മൾ പറയണം. അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒന്നും ഇത് ആക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെല്ലാം കൂടിയിട്ട് മക്കളുടെ തലയിലൊക്കെ അങ്ങ് വെച്ച് കൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ പല അനർത്ഥങ്ങൾക്കും കാരണം ആ ഒരു കൊറോണയ്ക്ക് ശേഷം വന്ന മൊബൈൽ ഭ്രമം തന്നെയാണ്. ആ ഒരു സമയത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി മൊബൈൽ കൊടുത്തു, ആ മൊബൈൽ പിന്നെ നമ്മൾ തിരിച്ചു വാങ്ങിച്ചിട്ടില്ല. ആ തിരിച്ചു വാങ്ങിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോഴേ ഈ കുട്ടികളിലൊക്കെ കണ്ടുവരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ട. ബൈ ബൈ.